ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടെ ഒരു ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടി മറക്കരുത്. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി ഇറങ്ങി ഭാമയുടെ അടുത്ത് ചെന്നു. ഭാമയ്ക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെന്നത്. ഏതായാലും ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയാൻ തുടങ്ങിയില്ലേ, ഇനിയിപ്പോ എന്തൊക്കെ നടക്കുന്ന അറിയില്ല ഭാവേ. കാര്യം വേറൊന്നുമല്ല, ദേ ആ വർഷയുടെയും ശ്രുതിയുടെയും വീട്ടുകാരെ കുറിച്ച് നിനക്ക് അറിയാലോ. ഒരു വലിയ വലിയ ആൾക്കാരാണ്. അവരൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ, എന്താകും, തോലി ഉരിഞ്ഞു പോവില്ലേ. അതുകൊണ്ടാ എനിക്കൊരു സമാധാനം ഇല്ലാത്തത്. അവരിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ആ വീട്ടിൽ നിർത്തുവോ എനിക്കറിയില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ആ ഒരുമ്പെട്ടവള് കാരണം നശിച്ചു ഞങ്ങളുടെ കുടുംബം. എനിക്ക് ഒരു സമാധാനവും ഇല്ല എൻ്റെ ഭാമേ. ഇനിയിപ്പം അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന് എനിക്കൊരു അവസരം കിട്ടിയതായിരുന്നു. ആ അവസരം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തത്തില്ല, അത് ഉറപ്പാ. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. ഞാൻ അത് തീരുമാനിച്ച് തന്നെയാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഭാമേ എന്ന്. എന്നാൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയാണ് കേട്ടോ. രേവതിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെയാണ്. രേവതിയാണെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങി വീടിന്റെ ഉമ്മറത്തല്ല സോറി, അവർ കിടക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ എപ്പോഴും, ആ കിടക്കുന്ന സ്ഥലത്ത് ഇരുന്ന് ഭയങ്കര കരച്ചില്ല. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക. ഇവൾ എന്നീ വീട്ടിൽ നിന്ന് പോകുന്നു അന്നേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഓർക്കണം. അപ്പൊ താൻ കാരണമല്ലേ ചന്ദ്രമതി ഇറങ്ങിപ്പോയത്, അതാണ് പുള്ളിക്കാരിക്ക് വിഷമമായത് കേട്ടോ കൂടുതൽ. അപ്പം പുള്ളിക്കാരി അത് ഓർത്തിട്ട് ഭയങ്കര കരച്ചിൽ. നമ്മുടെ സച്ചി ആണെങ്കിൽ അരികെ കിടപ്പുണ്ട്. സച്ചി കരച്ചിലും കാർച്ചയൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ സച്ചി ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഒച്ചയൊക്കെ കേട്ടിട്ട് എണീച്ചിട്ട് രേവതി, എന്താ രേവതി നീ ഇതുവരെ കിടക്കാത്തത്? രേവതി, എന്തിനാ രേവതി നീ കരയുന്നത്? അയ്യോ രേവതി, നീ വന്ന് ഇവിടെ കിടക്കാൻ നോക്കിയേ, എന്താ പറ്റുക നിനക്ക് എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ആദ്യം ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി വീണ്ടും ചോദിക്കുക, എന്താ രേവതി പറ, നിനക്ക് എന്താ പ്രശ്നം, അത് പറ. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് ആണെങ്കിൽ അത് ഓർത്തിട്ട് നീ കരയൊന്നും വേണ്ട. നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു പോയി. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ വിഷമിക്കാതെ നീ വാ രേവതി, വന്നേ കിടന്നേ. എങ്ങനെ കരയാതിരിക്കും സച്ചേട്ടാ, എങ്ങനെ വിഷമിക്കാതിരിക്കും സച്ചേട്ടാ. ഓരോന്ന് ഓർക്കുമ്പം എന്റെ ചങ്ക് പൊട്ടുവോ സച്ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിയുടെ നേരെ മടിയിലേക്ക് വീണ്ടും പൊട്ടിക്കരയാണ് കേട്ടോ. താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. രേവതി പറയുന്നുണ്ട്, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ, എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. അയ്യേ രേവതി കരയല്ലേ, കരയാൻ പാടില്ല കേട്ടോ. കരയാൻ വേണ്ടിയാണോ ഈ സച്ചേട്ടൻ നിന്റെ കൂടെ നിൽക്കുന്നത്? ഏത് ഒറ്റ വരെ പോയാലും നിന്റെ അനിയനെ ഞാൻ പുറത്തിറക്കിക്കൊണ്ട് വരും. അതുമാത്രമല്ല ഞാനിപ്പോ അമ്മേനെയും കൂടി ഓർത്തിട്ടാ കരയുന്നത്. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ഞാൻ കാരണവും എന്റെ കുടുംബക്കാര് കാരണമൊക്കെ. അതൊന്നും നീ വിചാരിക്കണ്ട. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് അറിയായിരുന്നു. ഞാൻ അറിയാതെ തന്നെ അതെന്റെ കയ്യിൽ നിന്ന് പോയി. അതാ ഏറ്റവും വലിയ അബദ്ധമായി പോയത്. ആ വീഡിയോ അന്നേ ഞാൻ ഡിലീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. എനിക്കും നിനക്കും എതിരെ അമ്മയ്ക്ക് കിട്ടും വലിയൊരു ആയുധമായിര്. നീ കരയാതിരിക്കുക, കരഞ്ഞ് സങ്കടപ്പെടാതിരിക്കുക. കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയായിക്കോളും. അതൊക്കെ അങ്ങ് തേഞ്ഞു മഞ്ഞു പോകും. എവിടെ ശരിയാകാനാ സച്ചേട്ടാ? ഞാനൊരു കാര്യം പറഞ്ഞാല് സച്ചേട്ടൻ ദേഷ്യപ്പെടുവോ? പറ, എന്ത് കാര്യമാ? ഞാൻ ദേഷ്യപ്പെടുത്തൊന്നുമില്ല. അത് പിന്നെ സച്ചേട്ടാ, എന്റെ അനിയൻ ചെയ്തത് തെറ്റ് തന്നെയാ. അതിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുക അല്ല. അത് സച്ചേട്ടൻ മനസ്സിലാക്കണം. അവൻ തട്ടിയെടുത്തതേ അമ്മയുടെ ക്യാഷ് തന്നെയാണ്. അതും ഇവിടത്തെ അമ്മയുടെ ക്യാഷ്. അത് ആർക്കാണെങ്കിലും ദേഷ്യം വരുന്ന കാര്യം തന്നെയല്ലേ. അമ്മ ഈ കാര്യത്തില് കുറ്റം പറയേണ്ടതില്ല. കാരണം അമ്മയ്ക്കും അത്രയ്ക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട്. പക്ഷെ അമ്മ എന്തിനു വീട് വിട്ടു പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സച്ചേട്ടാ. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാന്നുള്ളതല്ലേ. എന്തെങ്കിലും കാര്യം അമ്മ ആലോചിച്ച് പിറക്കി ചെയ്തിട്ടുണ്ടോ? ഓരോന്ന് തോന്നുമ്പോ അത് അപ്പ ചെയ്യും. മുന്നും പിന്നും അതൊന്നും ആലോചിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെയും നിന്റെ വീട്ടുകാരെയും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഇങ്ങനെ ഒരു കാര്യം കിട്ടിയപ്പം അതില് പിടിച്ചു തൂങ്ങി ഇറങ്ങിപ്പോയി. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്നോളും. അല്ല എന്നാലും അമ്മ എന്തിനാ ഇറങ്ങിപ്പോകുന്നൊക്കെ സച്ചേട്ടാ? ഇത് അമ്മയുടെ വീടും കൂടെ അല്ലേ സച്ചേട്ടാ? അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? ഇത് അമ്മയുടെ വീടാണെന്ന് അമ്മ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇപ്പൊ നീയും കൂടെ പറയാൻ തുടങ്ങിയോ ഇത് അമ്മയുടെ വീടാണെന്ന്? എന്റെ പൊന്നു രേവതി, ഇത് എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? അത് പിന്നെ സത്യമല്ലേ? തെറ്റ് ചെയ്തത് എന്റെ അനിയൻ. അതിന് അമ്മ എന്തിനാ വീട് വിട്ടു പോകുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. അച്ഛനെ പുറമെ കാണിക്കുന്നില്ലെങ്കിലും മനസ്സിൽ നല്ല വിഷമമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അമ്മയില്ലാതെ അച്ഛന് കഴിയാൻ പറ്റില്ല എന്ന്
സച്ചേട്ടനും അറിയാവുന്ന കാര്യമല്ലേ, അവര് തമ്മിൽ അടിയും പടയും ഒക്കെ ആയിരിക്കും. പക്ഷേ പക്ഷേ അച്ഛന് അമ്മ വേണം, അതെനിക്കറിയാം. എന്ത് വിഷയമാണെങ്കിലും അച്ഛന് എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ വിഷയത്തിൽ അച്ഛൻ പോലും സപ്പോർട്ട് ചെയ്തില്ല. കാരണം അച്ഛൻ ന്യായത്തിന്റെ വശത്ത് തന്നെയല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടല്ലേ. അതൊക്കെ ശരിയാ, എന്റെ അച്ഛൻ ന്യായത്തിന്റെ വശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ കാര്യത്തിൽ നിന്റെ അനിയന്റെ ഭാഗത്ത് ന്യായമില്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് അച്ഛൻ നിന്റെ ഭാഗത്തും നിന്റെ അനിയന്റെ ഭാഗത്തൊക്കെ നിൽക്കാത്തത്, അല്ലാതെ വേറൊന്നുമല്ല. അല്ല, അച്ഛൻ അമ്മേനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല സച്ചേട്ടാ. അമ്മയ്ക്കും അങ്ങനെ തന്നെയാ, അച്ഛനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അവര് രണ്ടുപേരും അങ്ങനെ നമ്മൾ കാരണം പിരിഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ നമ്മൾ അവരെ രണ്ടുപേരെയും വിഷമിപ്പിക്കുന്നത്? നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സച്ചേട്ടാ. എന്താടി നീ പറയുന്നത്? ഇവിടെ നിന്ന് ഇറങ്ങണമെന്നോ? അത് പിന്നെ സച്ചേട്ട ദേഷ്യപ്പെടാതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മൾ ഇവിടെ നിൽക്കുന്നതല്ലേ പ്രശ്നം. എന്തിനാ നമ്മൾ കാരണം ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാല് അമ്മ ഇങ്ങോട്ടേക്ക് വരുമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങത്തില്ലേ? അവര് തമ്മിൽ അകലാനും വഴക്കടിക്കാനും ഞാനൊരു കാരണമാകില്ല സച്ചേട്ടാ. എന്റെ പൊന്നു രേവതി, ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല, നീ അത് മനസ്സിലാക്കുക. നീ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അമ്മ ഇങ്ങനെ മാറി നിൽക്കാറൊക്കെ ഉണ്ട്, വഴക്കുണ്ടാകാറുണ്ട്. ഇത് നീ വലിയ കാര്യമാക്കി എടുക്കൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ അമ്മ തന്നെ വന്നോളും. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പം അമ്മ ഇങ്ങോട്ട് വരും രേവതി. അച്ഛനൊന്ന് പറയും, അമ്മ വേറെ ഒന്ന് പറയും, എന്നിട്ട് രണ്ടുപേരും കൂടെ വഴക്കടിക്കും. കുറച്ചു ദിവസം മിണ്ടാതിരിക്കും, കുറച്ചു ദിവസം അമ്മ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരും. ഇത് എത്ര കാലമായിട്ട് ഞാൻ കാണുന്നതാണെന്ന് അറിയാമോ നിനക്ക്? ഇതൊന്നും പുത്തരിയല്ല. അത് പിന്നെ അവര് തമ്മിൽ വഴക്കടിച്ച് മാറി നിൽക്കുന്ന പോലെ അല്ലല്ലോ സച്ചേട്ടാ. ഇത് ശരിക്കും ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അതും കൊണ്ട് ഒരു സമാധാനം കിട്ടുന്നില്ല സച്ചേട്ടാ. ഞാൻ കാരണം ഒരിക്കലും അവര് വിഷമിക്കാൻ പാടില്ല സച്ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നു രേവതി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ ഇവിടെ ഇരുന്ന്, നീ കാരണം അവർക്കല്ല, അവര് കാരണം നിനക്കാണ് വിഷമം. അത് നീ മനസ്സിലാക്ക്. നിന്നെ സങ്കടപ്പെടുത്തുന്നതാണല്ലോ അവർക്ക് എപ്പോഴും സന്തോഷം കിട്ടുന്ന കാര്യം. അതല്ല മെയിൻ പോയിന്റ്. വർഷയും പാർലർ അടുത്തേയും കാണുന്ന കണ്ണിലൂടെയല്ല നിന്നെ അമ്മ കാണുന്നത്. അവരെ വലിയ വീട്ടുകാരായിട്ടാണ് കാണുന്നത്. നിന്നെ എത്രമാത്രം ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം രേവതി. ഇതൊക്കെ ഞാൻ കാണുന്നതാണ്, എന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ സഹിക്കുന്നതല്ല ഞാൻ എല്ലാം. അങ്ങോട്ടേക്ക് പോട്ടെ, സാരമില്ല, വഴക്കുണ്ടാക്കട്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ വിചാരിച്ചാല് നിന്നെ കൊണ്ട് മാറി താമസിക്കാൻ കഴിയാമേലഞ്ഞിട്ടാണോ? അല്ലല്ലോ. മഹേഷും അവന്റെ ഭാര്യയ്ക്ക് മാറി താമസിക്കല്ലേ ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാത്തതെന്ന് നിനക്കറിയാമോ? അത് വേറെ ആരെയും ഓർത്തിട്ടല്ല, അച്ഛനെ ഓർത്തിട്ടാ. എന്റെ അച്ഛനെ ഓർത്തിട്ട്. അച്ഛൻ ഒരിക്കലും ഞാൻ ഇവിടുന്ന് മാറി താമസിക്കുന്നതോ ഇനി ഇവിടുന്ന് പോകുന്നതോ ഒന്നും സഹിക്കത്തില്ല. അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മളെ സന്തോഷം കാണണം, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കാണണം. പിന്നെ എന്റെ അച്ഛനെ വിട്ടിട്ട് എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല രേവതി. അച്ഛനെന്നും എന്റെ കൂടെ ഉണ്ടാകണം. നിനക്കറിയാലോ, എന്റെ അച്ഛന് ഞാനെന്ന് വെച്ച ജീവന. എന്നെ എന്റെ സ്വന്തം പ്രസവിച്ച അമ്മ തള്ളി പറഞ്ഞാലും ഒരിക്കലും എന്റെ അച്ഛൻ എന്നെ തള്ളി പറയില്ല. എന്ത് കാര്യത്തിലും എന്റെ അച്ഛൻ എന്നെ വിളിക്കുന്നത്, എന്നോടാ പറയുന്നത്, സംസാരിക്കുന്നത്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ അച്ഛനൊന്ന് കാലിടറിയ പോയിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ ഞാനല്ലേ ഉള്ളൂ രേവതി. വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അച്ഛന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും രേവതി. നമ്മൾ എങ്ങോട്ടേക്കും പോകുന്നില്ല രേവതി. പറ്റില്ല രേവതി പോകാനായിട്ട്. സച്ചേട്ട, ഞാൻ സന്തോഷത്തോടെയാ ഈ കാര്യം സച്ചേട്ടനോട് പറഞ്ഞതെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ സന്തോഷത്തോടു കൂടിയല്ല പറഞ്ഞത്. അച്ഛന്റെ വിഷമം കണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. അത് എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇവിടെ നിറങ്ങിയാൽ അമ്മ ഇങ്ങോട്ടേക്ക് വരില്ലേ? അതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. നീ ആ വിഷയം വിട്ടുകള. ഇവിടെ നിറങ്ങി പോകുന്നതിനെ കുറിച്ചും കയറി വരുന്നതിനെ കുറിച്ചും ഒന്നും അല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളിപ്പം ആലോചിക്കേണ്ടത് ശരത്തിനെ കൂടുതൽ കാലം ഒളിവിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ല. അമ്മ പരാതി കൊടുത്തിരിക്കുകയല്ലേ, അവന് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. അതുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതാ നമ്മളിപ്പോ നോക്കേണ്ടത്. എങ്ങനെയെങ്കിലും അമ്മേനെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കണം. അതാ ഇപ്പൊ ചെയ്യേണ്ടത്. അതിനുള്ള മുൻകൈ എടുക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് രേവതി, ചുമ്മാ വേണ്ടാത്ത കാര്യങ്ങളോ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ തലയിൽ കയറ്റി ചുമ്മാ ഉറക്കം കളയാതെ വന്ന് ഉറങ്ങാൻ നോക്കിയേ. എന്തെങ്കിലും വഴി ഞാൻ കണ്ടെത്താം. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കത്തുള്ളൂ. നീ വിഷമിക്കാതിരിക്കും രേവതി. നിന്റെ കൂടെ ഞാനില്ലേ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്? സച്ചേട്ടൻ എന്റെ കൂടെ ഉണ്ടെന്ന് അറിയാം സച്ചേട്ടാ. എങ്കിലും എനിക്ക് സാരമില്ലെന്ന് പറഞ്ഞ സാരമില്ല രേവതി, നീ വിഷമിക്കാതെ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെ പിടിച്ചവിടെയൊക്കെ കിടത്തി തലോടുകയൊക്കെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാല് ചന്ദ്രോദയത്തേക്ക് മഹിമ വരുവാണ്. അപ്പൊ കാര്യം നമ്മുടെ മഹിമയ്ക്കും പിടികിട്ടി. എന്നാ പിന്നെ ഇത് അവസരം മുതലാക്കണമല്ലോ. അതുകൊണ്ട് അകത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ ചന്ദ്രയെന്ന് വിളിച്ചു. അകത്ത് കയറി വന്നു. നമ്മുടെ രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ബാ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മഹിമ പറഞ്ഞു, ഇവിടെ അടുത്തൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിന് വന്നതാണ്. പോകുന്ന വഴി വർഷനെയും ശ്രീകാന്തിനെയും കണ്ടിട്ട് പോകാൻ ഓർത്തു, അങ്ങനെയാ വന്നതെന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും വന്നിട്ട് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അതെ ഇവിടെ അമ്മയില്ല കേട്ടോ ആന്റി, അമ്മ ഭാമ ആന്റിയുടെ വീട്ടിൽ പോയതാ. ഭാമയുടെ വീട്ടിൽ പോയെന്നോ? എപ്പോഴാ വരുന്നത്? അത് എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചാല് അത് ആന്റിക്ക് അറിയത്തുള്ളൂ, എപ്പ വരുമെന്ന് കറക്റ്റ് അറിയില്ല. ആന്റി ദേഷ്യപ്പെട്ട് പിടങ്ങി പോയതാന്ന്. നമ്മുടെ രവീന്ദ്രൻ അങ്ങ് ചൊറിഞ്ഞു കയറിയില്ല. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പറയേണ്ടത്? ഏതായാലും മഹിമ ഇത് കേട്ട ഉടനെ, അയ്യോ അതെന്ത് പറ്റി, എന്താ കാരണം? അത് ആന്റിയുടെ ക്യാഷ് മോഷ്ടിക്കുന്ന വീഡിയോ മഹിമ ആന്റി കണ്ടതല്ലേ? ഓ അത് ഞാൻ കണ്ടിരുന്നു, കഷ്ടം തോന്നി. രേവതിയുടെ അനിയൻ ഒരു കള്ളനാണല്ലേ? ആണോന്നോ? പെരും കള്ളൻ, മുടിഞ്ഞ കള്ളൻ. അല്ലാതെ പിന്നെ എന്താ പറയാ? അല്ല, ഇതിനു മുമ്പ് ഇവിടുത്തെ ബൈക്ക് അവൻ മോഷ്ടിച്ചിരുന്നല്ലേ? അതെ 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 എന്റെ മോഷ്ടിച്ചിരുന്നു. ചന്ദ്രമതി ഈ കാര്യം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ചെറിയ പയ്യനല്ലേ, സ്വന്തമായി ഒരു ബൈക്ക് വേണമെന്ന് ആഗ്രഹം കാണില്ല, അതുകൊണ്ടാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി അവനൊരു പെരും കള്ളനാണെന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി മനസ്സിലായല്ലോ എന്ന്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ രേവതി അവിടുത്തെ സ്റ്റെയർ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നിട്ട്, അവൻ പെരും കള്ളനൊന്നും അല്ല ആന്റി. അപ്പം അവൻ ക്യാഷ് മോഷ്ടിച്ചതോ? സ്വന്തം ചേച്ചിയുടെ അമ്മായിയമ്മയുടെ ക്യാഷ്. കോളേജ് പഠിക്കുന്ന പയ്യനല്ലേ അവന്? ഇങ്ങനെയാണോ നിന്റെ അമ്മ അവനെ വളർത്തിയത്? ആന്റി ദേ ഇങ്ങനെയൊന്നും പറയില്ലൂട്ടോ, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയത്. നല്ല രീതിയിൽ തന്നെയാ വളർത്തിയത്. എന്നിട്ടാണോ മോളെ രേവതി അവൻ ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ രേവതി? ഒരിക്കലും പാടില്ല. നിന്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമല്ല, ഈ കുടുംബത്തിലുള്ളവർക്കും മാനക്കേടായില്ലേ? എങ്ങനെ ഇനി? സോറി കേട്ടോ, ക്യാമറ ഒന്ന് മറിഞ്ഞു പോയേ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കൊരു ചെറിയൊരു വെട്ടൽ വന്നത്. അങ്ങനെ നമ്മുടെ മഹിമയാണെങ്കിൽ ഇതിപ്പം നാണക്കേടായി പോയില്ലേ, എന്നെ വിളിച്ച് ചിലരൊക്കെ ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്യുക. ആ കള്ളന്റെ ചേച്ചിയുടെ കെട്ടിയവന്റെ അനിയനല്ലേ നിന്റെ മോളെ കെട്ടിയത്? നീ എന്തിനാ അങ്ങനെ ഒരു വീട്ടിലേക്ക് നിന്റെ മോളെ കല്യാണം കഴിച്ച് അയച്ചത്? ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കുന്നത്. ഞാൻ എന്ത് മറുപടി പറയാനാ? തോന്നി ഉരിഞ്ഞങ്ങോട്ട് പോകൂ എന്റെ പൊന്നു ശ്രുതി. അയ്യോ നിന്റെ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ എന്ന്. എന്നിട്ട് പറഞ്ഞു, എന്നോട് ചോദിക്കുന്നത് പോലെ തന്നെ അവളുടെ അച്ഛനോടും എല്ലാരും ചോദിക്കുക. അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ഒരു ഫംഗ്ഷനും പോകാറില്ല. സമൂഹത്തിൽ നിലയും വിലയുള്ള ആളല്ലേ അദ്ദേഹം. അയാൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി, ആന്റി പറഞ്ഞത് വളരെ ശരിയാ, അത് എനിക്ക് മനസ്സിലാവും നന്നായിട്ട്. ഒരു ബിസിനസ് കാരനായ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അതെനിക്ക് മാത്രം അറിയത്തുള്ളത്, ആർക്കും പറഞ്ഞ് മനസ്സിലാവത്തില്ലെന്ന്. ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, അതേടാ നീ കാരണം അനുഭവിക്കുന്ന ദേഷ്യം ഞങ്ങൾക്കേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ നിലയും വിലയും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് എന്റെ ആന്റിയെ. നല്ലൊരു നിലയും വിലയുള്ള മനുഷ്യനാണ് അദ്ദേഹം. വലിയ ഉദ്യോഗസ്ഥരായ അദ്ദേഹം കൈയിട്ട് കാര്യ കഥകളൊക്കെ നാട്ടിലെ പാട്ടാണ്. അഴിമതി വീരൻ, കൈക്കൂലിക്കാരൻ, ഇനി എത്ര എത്ര പേരുകളുണ്ട് അദ്ദേഹത്തിന്. അത് ഞാൻ പറഞ്ഞു തരണ പ്രത്യേകിച്ച്. ശരിക്കും അദ്ദേഹത്തെ പോലെ ഒരു പേരും കള്ള ലോകത്തില്ല എന്ന് പറയുന്നത് സത്യം. അതെ, ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കുശുമ്പും അസൂയയും കാരണം. തെളിവില്ലല്ലോ. നിന്റെ ഭാര്യയുടെ അനിയൻ ചെയ്തത് തെളിവേ ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അവനെ അങ്ങനെ ചെയ്തതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അവൻ ആ ക്യാഷ് തിരികെ കൊടുക്കുകയും ചെയ്തതാ. എന്നാലും നിങ്ങളുടെ ഭർത്താവിനെ പോലെ ഒരു കൊള്ളക്കാരനൊന്നും അല്ല. ക്യാഷ് തിരികെ കൊടുത്ത അവൻ നല്ലവനാവോ? കള്ളനല്ലാതാവോ? അവൻ ആരെങ്കിലും ആട്ടെ, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ എന്തിനാ ഇതിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? അവൻ ശ്രുതി പറഞ്ഞു, എടാ സച്ചി, ആന്റി പറഞ്ഞ നീ കേട്ടില്ലേ? ആളുകളൊക്കെ ആന്റിനെ വിളിച്ച് ചോദിക്കുകയാണെന്ന്. അത് ആന്റിക്ക് ഒരു അപമാനമല്ലേടാ? ഈ കാര്യം പറഞ്ഞ് ഇവരെ ആരെയും വിളിച്ചിട്ടില്ല, അതെനിക്കറിയാം. ചുമ്മാ നാടകം പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ എഴുന്നള്ളിക്കോളും എണ്ണ ഒഴിച്ച് ആള് കത്തിക്കാനായിട്ട്. രവിയേട്ടാ, ഇവൻ പറയുന്ന കേട്ടതൊന്നും ഞാൻ ഈ പ്രശ്നം വലുതാക്കാൻ വന്നാണെന്ന്. ഈ കുടുംബത്തെ ഞാൻ എന്റെ സ്വന്തം കുടുംബത്തെ പോലെ കാണുന്നത്. ഇവിടെ എന്ത് നടന്നാലും അത് ഞങ്ങളെയും ബാധിക്കില്ലേ? അങ്ങനെയാണല്ലോ. പിന്നെ പിന്നെ എന്തിനാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബാധിക്കുമെങ്കിൽ അങ്ങ് മാറി നിരുന്ന് കരയും. അച്ഛാ, ഇവർ ഈ പ്രശ്നം വലുതാക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. വെറുതെ ഇവരെ വീട്ടിനകത്ത് കയറ്റി പിടിച്ചിരുത്തി പ്രശ്നം വലുതാക്കരുത് അച്ഛാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇത് കേട്ടിട്ട് എന്തൊരു സ്വഭാവം ഇത് എന്നിങ്ങനെ പറയാം. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ വിട്, രണ്ടുപേരും പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, സച്ചി രേവതി നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് എന്ന് പറയാം. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു. പിന്നെ അച്ഛനല്ലേ പറഞ്ഞത്, അപ്പം രേവതി പോകാന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ഈ സമയത്ത് മഹിമ, അവൻ പറഞ്ഞത് കേട്ടില്ലേ രവിയേട്ടാ? ഞാൻ ഈ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ വന്നത്. അതിനവൻ എന്തൊക്കെയാ പറഞ്ഞത്? ചന്ദ്രമതി വർഷനും കാണാൻ വന്നതാണെന്നല്ലേ പറഞ്ഞത്. ചന്ദ്രമതി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞല്ലോ. വർഷ മേലെയുണ്ട്, ഒരു കാര്യം ചെയ്യും, പോയി കാണ് എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ഇറങ്ങി വന്നു കേട്ടോ. വർഷം ഇറങ്ങി വന്നിട്ട്, അമ്മ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, അത് പിന്നെ നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷേനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രമതി മേളിലേക്ക് പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശ്രുതിനെ രവീന്ദ്രൻ വിളിച്ചിട്ട്, അതെ നീ വന്നേ ശ്രുതി, ഒരാള് വീട്ടിൽ വരുമ്പോ നമ്മളെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? അത് ശരിയാണോ? അല്ല, അതെങ്കിൽ വർഷയുടെ അമ്മയോടല്ലേ പറഞ്ഞത്. ആരായാലും എന്താ,
ഈ വീട്ടിൽ താമസിക്കുന്നതാണോ അവര്? അല്ലല്ലോ. ചന്ദ്ര ദേഷ്യപ്പെട്ടു പോയതൊക്കെ എന്തിനാ മഹിമയോട് പറഞ്ഞത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പിന്നെ അച്ഛൻ ശ്രുതി പറഞ്ഞത് സത്യമല്ലേ, കള്ളമൊന്നും അല്ലല്ലോ. ആ, എന്തായാലും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങണം. അത് പുറത്തെല്ലാവരോടും വിളിച്ചു കൂപ്പി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ല മോനെ മര്യാദ. അത് നീ മനസ്സിലാക്ക. മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെ കുടുംബത്തിന്റെ വില പോകും. അയ്യോ, സച്ചിന്റെ അനിയൻ അങ്ങോട്ട് കുടുംബത്തിന്റെ വില ആരോളം ഉണർത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പൊ നീ ചെയ്തതോ ശ്രുതി? അതിനൊന്നും ഇല്ല പറയാന്. അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പിന്നെ എങ്കിൽ അവര് ചോദിച്ചപ്പോ അറിയാതെ പറഞ്ഞു പോയതാ, സോറി, ഇനി ഇത് ആവർത്തിക്കില്ല. ഇനി മേലാല് ഇവിടെ നടക്കുന്ന കാര്യങ്ങള് പുറത്തു പോയി വിളമ്പാൻ നിൽക്കില്ല, കേട്ടല്ലോ? ഇല്ലില്ല, ഞാനിനി പുറത്തു പോയി പറയത്തില്ല, ഇനി ആരോടും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആ, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഓ, ഈ ഫാമിലി പ്രോബ്ലം കാരണം എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എന്തൊരു കഷ്ടം ഇത്, എന്തൊരു വീടാ ഇത്, എന്തൊരു വിധിയായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ ആന്റണി വിളിക്കുന്നത് ശ്രുതിനെ. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ആന്റണി വിളിക്കാണ് കേട്ടോ. അയ്യോ ആന്റണി, ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് പറയാം ആന്റണി എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ആന്റണി അവിടെ നിന്ന് എന്തോ സംസാരിക്കുന്നുണ്ട്. ആ, ഓക്കെ, ഞാൻ വരാന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ശ്രുതി. ഏതായാലും അങ്ങോട്ട് ചെല്ലാനാ വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്തിനാ അവനിപ്പൊ കാണണമെന്ന് പറഞ്ഞ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന്. ഈ ഒരു സമയത്താണ് നമ്മുടെ ശ്രീകാന്തും വർഷയും അതുപോലെ തന്നെ മഹിമയും കൂടെ സംസാരിക്കുന്ന സീന്. സച്ചി എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അങ്ങ് വന്ന് പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഓരോന്ന് ചോദിക്കുക. പക്ഷേ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലെ മരുമകളുടെ അനിയനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആളുകളൊക്കെ എന്നോട് ചോദിക്കില്ല, പറയില്ലേ? അവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? ആകെപ്പാടെ നാണം കെട്ടി തൊലി ഉരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായത്. ഒരു എന്താ പറയുക, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ദേ അമ്മേ, ഇതില് അമ്മ നാണം കെടാൻ എന്തിരിക്കുന്നു? അത് പറയാതെ, എന്റെ ഹസ്ബൻഡ് ശ്രീകാന്ത്, ശ്രീകാന്തിന്റെ ബ്രദർ സച്ചേട്ടന്റെ വൈഫ് രേവതി ചേച്ചി. ഇത്രയും ബന്ധങ്ങളാ, ഇത്രയും ബന്ധങ്ങൾ, അതായത് ചേച്ചിയുടെ ബ്രദറാ. ഇത്രയും ഒരു ഗ്യാപ്പുള്ള റിലേഷന് ആ ചെയ്ത തെറ്റിന് അമ്മ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത്? അമ്മ എന്തിനാ അത് കയറി പിടിക്കുന്നത്? പക്ഷെ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട് എന്റെ സ്വന്തം വീട് പോലെയാ. ഞങ്ങളുടെ ഫാമിലി നടന്നൊരു പ്രശ്നം തന്നെയാ ശ്രീകാന്ത് ഇത് നമ്മളെയും ബാധിക്കും, അത് മനസ്സിലാക്ക്. അതൊന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് പറഞ്ഞു. നാളെ നിനക്കൊരു കുഞ്ഞ് പറഞ്ഞാൽ ഇത് ആ കുഞ്ഞിനെ പോലും ബാധിക്കില്ലേ? ഉയ്യോ, എനിക്ക് ഓർക്കുമ്പോ പേടിയാവുക. നിങ്ങൾക്ക് മോശപ്പേരുണ്ടാകും. ഭയങ്കര മോശപ്പേരുണ്ടാകും. അത് ഉറപ്പാ. എന്റെ പൊന്നമ്മ ഒന്നും മിണ്ടാതിരിക്കുക. ദേ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട. നീ പറയുന്നതൊന്ന് കേക്ക്. നിങ്ങൾ അവിടെ വന്ന് താമസിക്കും മക്കളെ, അപ്പൊ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ എന്തിനാ ആദ്യം വീട്ടിലേക്ക് വരുന്നത്? അത് പിന്നെ ഇവിടെ വലിയ പ്രശ്നം നടക്കുമല്ലേ ശ്രീകാന്ത്? ദേ, ഇപ്പം പോലീസ് കേസ് വരെയായി. നിങ്ങൾ എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ഈ വീട്ടിൽ കഴിയും? ആന്റി, ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സോൾവ് ചെയ്തോളാം. ആന്റി ഇതുപോലെയുള്ള സമയത്ത് ഫാമിലിക്കൊപ്പം നിൽക്കുകയോ ചെയ്യേണ്ടത്, അല്ലാതെ ഓടിപ്പോ പ്രേരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ആന്റിയുടെ ഫാമിലി ആണെങ്കിൽ ആന്റി ഇതിനോടൊപ്പം കൂടെ നിൽക്കണം. ഞങ്ങൾ എങ്ങോട്ടും വരുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ആന്റി കൂടെ നിർബന്ധിക്കൊന്നും വേണ്ട. അത് പിന്നെ ശ്രീകാന്ത്, നാളെ നീ ഒരു റെസ്റ്റോറന്റ് തുടങ്ങും, അതിനെയും ഇത് ബാധിക്കും. അതാ ഇപ്പോഴും മാറി നിൽക്കാൻ പറയുന്നത്. എന്തൊക്കെയാ ആന്റി പറയുന്നത്? അപ്പോഴത്തേക്ക് വർഷയ്ക്ക് ദേഷ്യം വന്നു. വർഷ പറഞ്ഞു, രേവതി ചേച്ചി അധികം ക്യാഷ് മോഷ്ടിച്ച കാര്യം അമേരിക്കയും റഷ്യയൊക്കെ ബാധിക്കുമോ? അതും കൂടെ ഒന്ന് പറ. ഇനിയിപ്പോ അവിടെ യുദ്ധം നടക്കുവോ? പറ അതുകൂടെ പറഞ്ഞിട്ട് പോ. അമ്മയ്ക്ക് എന്താ അമ്മ തലയ്ക്ക് സ്ഥിരതയില്ലേ? ഓരോന്ന് പറഞ്ഞ് വെറുതെ വട്ട് കയറ്റാനായിട്ട് അമ്മ ഇവിടുന്ന് പോകാൻ നോക്ക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഇത് ഞങ്ങളുടെ വിഷയമാണ്, അതുകൊണ്ട് ആന്റി ഈ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് ഇടയിടണ്ട, അതാ നമുക്ക് നല്ലത്. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, ശ്രീകാന്ത് പറഞ്ഞതാ ശരി. ഓൾറെഡി ഇവിടെ ഇപ്പൊ ഒത്തിരി പ്രോബ്ലംസ് ഇങ്ങനെ നിരന്ന് കിടക്കുക. അമ്മ പുതിയതായിട്ട് അമ്മയുടെ വക പ്രോബ്ലംസ് ആയിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിയോളാം, അമ്മ പോകാൻ നോക്കിയേ എന്ന് പറഞ്ഞ് നമ്മുടെ മഹിമേനെ അവിടെ നിന്ന് ഇറക്കി വിടുക കേട്ടോ നമ്മുടെ വർഷ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സച്ചിനെ രേവതിനെ വിളിക്കുകയാണ്. അങ്ങനെ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്ത് വിളിച്ചിട്ട് പറയാണ്, നമ്മുടെ ലക്ഷ്മിനെ പോലീസ് പിടിച്ചോണ്ട് പോയി അത്രേ. നമ്മുടെ ശരത്തിനെ കാണാത്തത് കൊണ്ട് ലക്ഷ്മിനെ പിടിച്ചുകൊണ്ട് പോയി. ഇത് കേട്ടതും പിന്നെ സമാധാനം പോകാനുണ്ടോ? രേവതിയുടെ സമാധാനം പോയി. ഇങ്ങനെ എനിക്കിതൊരു ഭാഗം കേട്ടോ കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിന്റെ. അടുത്ത വിശേഷമായി എത്ര പെട്ടെന്ന് കാണാൻ ലൈക്ക് അടിക്കാൻ മറക്കരുതേ.